നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. അല്പസമയം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം, ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, അനുഗ്രഹങ്ങളെ ഒക്കെ നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മുടെ കുറവുകളെയൊക്കെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ അനുദപിക്കാം. നമ്മളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവ കൃപകളും ദൈവ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ, തടസ്സം കൂടാതെ നമ്മുടെ മേൽ ദൈവാനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാത വേളയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവമേ ഞങ്ങളെ സൂക്ഷിച്ച് ഈ ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, ഈ പുതിയ പകലിലേക്ക് ഞങ്ങളെ അങ്ങ് നടത്തിയതിനായി കർത്താവെ, അങ്ങ് ഞങ്ങളെ നയിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നാളുകളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ, അങ്ങയുടെ കൃപയെ, അങ്ങയുടെ കരുണയെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആരും ഒരു യോഗ്യതയുമുള്ളവരല്ല, ഒരു ശ്രേഷ്ഠതയുമുള്ളവരല്ല. ഞങ്ങളൊക്കെ കർത്താവെ ബലഹീനരായിട്ടുള്ള മനുഷ്യരാണ്. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും കർത്താവെ ഞങ്ങളുടെ ആലോചനകളിലും ഒക്കെ കർത്താവെ ധാരാളം കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. അപ്പൊ ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കുന്നതിനായി, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ മുൻപോട്ട് നടത്തുന്നതിനായി, ഞങ്ങളെ പരിപാലിക്കുന്നതിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ വെള്ളിയാഴ്ചയും ഇപ്രകാരം ഞങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അങ്ങ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ കൂടിവരവുകളിലൊക്കെ ലഭിക്കുന്ന അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങളോട് അങ്ങ് അടുത്തു വരുന്നല്ലോ. ആ വലിയ നന്മയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുന്ന, കർത്താവെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന, ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ അതിജീവിപ്പാനുള്ള ദൈവകൃപ ഏറിയ ശക്തി നൽകുന്ന അങ്ങയുടെ വലിയ കരുണയ്ക്കായി, ദയക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം നൽകണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. ദൈവമേ, പാട്ടുപാടുന്നവർക്ക് വേണ്ടി, വചനം വായിക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ചെയ്യുന്നതൊന്നും ഒരു ചടങ്ങിന് വേണ്ടി ആയിത്തീരാതെ അത് വാസ്തവമായി ദൈവനാമ മഹത്വത്തിന് ആയിത്തീരുവാൻ, ഞങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി തീരുവാൻ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ആവശ്യങ്ങളാൽ, വിവിധ ഭാരങ്ങളാൽ കർത്താവെ ദുഃഖത്തിലും വേദനകളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രത്യേകം ഞങ്ങൾ ഓർക്കും.
അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ദൈവമേ, സ്വർഗീയമായ കലവറ തുറന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യം നൽകി ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ഈ കൂടിവരവ് വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിക്കപ്പെടുവാൻ, വചനത്തിൽ കൂടുതൽ ഞങ്ങള് ഉറപ്പുള്ളവരായി തീരുവാൻ, ഏറിയ വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. എല്ലാം തിരുനാമത്തിന് മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ പാട്ട് പാടുന്നത് ബാബുങ്കളാണ്, ബാബു തുണ്ടി. അതിനുശേഷം ഗ്രേസ് ധോനി സങ്കീർത്തനം വായിക്കും. ഇപ്പോൾ ബാബുങ്കള് പാട്ടുകൾക്ക് നേതൃത്വം നൽകും. ഗുഡ് മോർണിംഗ് അച്ചോ, കേൾക്കാമല്ലോ അച്ചോ? കേൾക്കാം മകളെ. യെസ്. आराधन करता हूँ मैं हर घड़ी, आत्मा और शक्ति से आराधना करूं। आराधन करता हूँ मैं हर घड़ी, आत्मा और शक्ति से आराधना करूं। मेरे प्राण प्रिय यीशु के लिए, मुझे रचने वाले पिता मेरे यीशु के लिए, मेरे प्राण प्रिय यीशु के लिए, मुझे रचने वाले पिता मेरे यीशु के लिए। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना। आराधना 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 आराधना। बलवंत तू जयवंत तू, मृत्युंजय तू मेरे जीवन दाता। बलवंत तू जयवंत तू, मृत्युंजय तू मेरे जीवन दाता। जो है जो था और जो आने वाला, तुझको स्तुति हो। सृष्टिकर्ता जीवित प्रभु, तुझको स्तुति हो। जो है जो था और जो आने वाला, तुझको स्तुति हो। सृष्टिकर्ता जीवित प्रभु, तुझको स्तुति हो। मेरी स्तुति करना मेरे लिए शोभायमान है, तेरी स्तुति करना मेरे लिए शोभायमान है। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना। आराधना 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 आराधना। धर्म का सूर्य सच्चा परमेश्वर, सामर्थी तू सर्वशक्तिमान। धर्म का सूर्य सच्चा परमेश्वर, सामर्थी तू सर्वशक्तिमान। तेरे सिवा मेरा और कोई नहीं प्रभु, तेरे सिवा किसी में कुछ मेरे प्रभु। तेरे सिवा किसी मेरा और कोई प्रभु, तेरे सिवा मेरा और कोई नहीं प्रभु। नित्य तेरे नाम के मैं स्तुति करूं, नित्य तेरे नाम के मैं स्तुति करूं। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना। स्तुति 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 आराधना, हल्लेलुया हल्लेलुया आराधना।
आराधना करता हूँ मैं हर घड़ी, आत्मा और शक्ति से आराधना करूं। आराधना करता हूँ मैं हर घड़ी, आत्मा और शक्ति से आराधना करूं। मेरे प्राण प्रिय यीशु के लिए, मुझे रचने वाले पिता मेरे यीशु के लिए, मेरे प्राण प्रिय यीशु के लिए, मुझे रचने वाले पिता मेरे यीशु के लिए. രണ്ടാമത്തെ പാട്ട്. കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ, നിറയുമീ ജീവിതത്താളത്തിൽ സന്തോഷ സന്താപമാലിക, കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ, നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക, കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ. വൈദികൻ തൻ തിരുകൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ, വൈദികൻ തൻ തിരുകൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോൽ, നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയായിന്നു മാറ്റണേ, നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയായിന്നു മാറ്റണേ, കനിവോടെ സ്വീകരിക്കണമേ, നിറയുമേ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക, കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ. നിത്യവും ഞങ്ങളിതേകിടാം, നിത്യ സൗഭാഗ്യം നീ നൽകണേ, നിത്യവും ഞങ്ങളിതേകിടാം, നിത്യ സൗഭാഗ്യം നീ നൽകണേ, നേർവഴി കാട്ടുവാൻ ഞങ്ങളെ നിൻ പദത്താരിൽ നീ ചേർക്കണേ, നേർവഴി കാട്ടുവാൻ ഞങ്ങളെ നിൻ പദത്താരിൽ നീ ചേർക്കണേ, കനിവോടെ സ്വീകരിക്കണമേ, നിറയുമേ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക, കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ സ്വീകരിക്കണമേ. താങ്ക് യു അച്ഛൻ. Grace, Sam. Good morning, Acha. Good morning, Grace. Psalm for today, Psalm 74. O God, why have you rejected us forever? Why does your anger smolder against the sheep of your pasture? Remember the nation you purchased long ago, the people of your inheritance, whom you redeemed, Mount Zion, where you dwelt. Turn your steps towards these everlasting ruins, all this destruction the enemy has brought on the sanctuary. Your foes rode in the place where you met with us. They set up their standards as signs. They behave like wielding axes to cut through a thicket of trees. They smashed all the carved paneling with their axes and hatchets. They burn your sanctuary to the ground. They defiled the dwelling place of your name. They said in their hearts, "We will crush them completely." They burned every place where God was worshipped in the land.
We are given no signs from God, no prophets are left, and none of us knows how long this will be. How long will the enemy mock you? God, will the foe revile your name forever? Why do you hold back your hand, your right hand, take it from the folds of your garment, and destroy them? But God is my king from long ago. He brings salvation on the earth. It was you who split open the sea by your power. You broke the heads of the monster in the waters. It was you who crushed the heads of the Leviathan and gave it as a food to the creatures of the desert. It was you who opened up springs and streams. You dried up the ever flowing rivers. The day is yours, and yours also the night. You established the sun and the moon. It was you who set all the boundaries of the earth. You made both summer and winter. Remember how the enemy has mocked you, Lord, how foolish people have reviled your name. Do not hand over the life of your dove to wild beasts. Do not forget the lives of your afflicted people forever. Have regard for your covenant, because horns of violence fill the dark places of the land. Do not let the oppressed retreat in disgrace. May the poor and needy praise your name. Rise up, O God, and defend your cause. Remember how fools mock you all day long. Do not ignore the clamor of your adversaries, the uproar of your enemies which rises continually. Thank you. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവാസന്നതയിൽ വിനയപ്പെടുത്താം, ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം വിശ്വാസത്തോടുകൂടെ, ഒരുക്കത്തോടുകൂടെ വെള്ളിയാഴ്ച ദിവസം രാവിലെ പ്രാർത്ഥനയ്ക്കായി, കൂട്ടായ്മയ്ക്കായി ദൈവസന്നദ്ധയിൽ കൂടി വരുവാൻ, കടന്നു വരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായി, ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ നടത്തിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമുക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ ദൈവം നമ്മെ വിടുവിച്ചു, നമ്മെ പരിപാലിച്ചു. പുതിയ ദിവസങ്ങളിലേക്ക്, പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തുന്നല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട്, ആ വലിയ നടത്തിപ്പിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് പരിപൂർണമായി, സമ്പൂർണമായി താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നാം പിന്നിട്ട വഴികളെ ഒക്കെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാം. നമുക്കറിവായ കാലം മുതൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ നിമിഷം വരെ നാം എങ്ങനെയായിരുന്നു ജീവിച്ചത്, എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം സമയങ്ങളിൽ, ഏതെല്ലാം സവിശേഷമായ സാഹചര്യങ്ങളിൽ ദൈവകൃപ നമ്മോട് കൂടെയിരുന്നു. ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ ഏറ്റെടുത്തു, ദൈവം നമ്മെ പുലർത്തി. നമ്മൾ ചിന്തിച്ചതിലും നമ്മൾ ആഗ്രഹിച്ചതിലും അപ്പുറമായി ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ആ വിധങ്ങളെയും ആ സമയങ്ങളെയും ആ മുഹൂർത്തങ്ങളെയും ഒക്കെ നമുക്കൊരു നിമിഷം ഓർക്കാം. പ്രിയവനായ ദൈവത്തിന്, സർവകൃപാലുവായ ദൈവത്തിന് നമുക്ക് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകൾ, അതിലെല്ലാം ദൈവത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ കടാക്ഷം, ദൈവാനുഗ്രഹത്തിന്റെ സ്പർശം നമുക്ക് അനുഭവിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. ആ ദൈവസ്നേഹത്തിനായി, ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിത ചുറ്റുപാടുകളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ജനിച്ച കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ദൈവം നമുക്ക് ദാനമായി നൽകിയ കുടുംബങ്ങൾ, നമ്മുടെ
ജീവിത പങ്കാളികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതങ്ങളെ എല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടപ്പാടുകളുടെ കാലങ്ങളിൽ, വേദനയുടെ സമയങ്ങളിൽ, ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും വഴികളിൽ അവർ ദൈവത്തോടു കൂടെ ആയിരുന്നു. ദൈവം അവരെ ചേർത്ത് പിടിച്ചു. അവരുടെ തലമുറകളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് പ്രായാധിക്യത്തിന്റെ ക്ഷീണവും പ്രയാസങ്ങളും ബലഹീനതകളും ഒക്കെ ഉള്ള നമ്മളോടൊപ്പമുള്ളവർ, നാട്ടിലായിരിക്കുന്നവർ, പലയിടങ്ങളിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെ എല്ലാം നമുക്ക് ദൈവസന്നിധിയിലെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം വളർന്നവർ, നമ്മളെ കരുതിയവർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ ചേർത്ത് പിടിച്ചവർ, നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവർക്ക് നൽകിയ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആയിരിക്കുന്ന ഇടത്ത് അവരെ ദൈവം പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം, ജോലിയിലായിരിക്കുന്നവർ, കുടുംബസ്ഥരായവർ, നമ്മളോടൊപ്പമുള്ളവർ, അകലങ്ങളിലായിരിക്കുന്നവർ, അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരേത് സാഹചര്യത്തിൽ എവിടെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ നന്മ അനുഭവിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ. അവരോട് കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. ഒരു സഭ എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും, അനുകൂലമായ സാഹചര്യങ്ങളെയും, ഭൗതികമായ സാഹചര്യങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആരാധനാലയം നമ്മുടെ ആത്മീയമായ അനുഗ്രഹത്തിന്, ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്ക് മുഖാന്തരമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പതിവായുള്ള ഞായറാഴ്ച വിശുദ്ധാരാധനകൾ, അതുപോലെയുള്ള മറ്റ് ആരാധനാ കൂട്ടങ്ങൾ, പ്രത്യേകിച്ച് നോമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രാർത്ഥനകൾ, ഓൺലൈൻ പ്രാർത്ഥനകൾ, സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ, പ്രോഗ്രാമുകൾ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളും കൂട്ടായ്മകളും എല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനും സഭയുടെ അനുഗ്രഹത്തിനും ജനങ്ങളുടെ നന്മയ്ക്കുമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയുടെ എല്ലാ പോഷക സംഘടനകളെയും നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിലുള്ള കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. നമ്മുടെ ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തെ ഓർക്കാം. എല്ലാ സംഘടനകളുടെയും ആത്മീയമായ പ്രവർത്തനങ്ങളും കൂട്ടായ്മകളും സഭയ്ക്ക് അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സഭയുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശുശ്രൂഷക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ സഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള പ്രവർത്തനങ്ങളെയും ആരാധനകളെയും കൂട്ടങ്ങളെയും കുടുംബങ്ങളെയും ഓർക്കാം.
അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ പ്രത്യേകിച്ച് നോമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ആരാധനകളുടെയും കൂട്ടായ്മകളുടെയും അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമ്മുടെ ജനങ്ങളൊക്കെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, ആത്മീയമായ ഐക്യം കൂട്ടിയുറപ്പിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ എല്ലാ മുതിർന്നവരെയും പ്രായമായവരെയും സീനിയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള ബലഹീനതകളുണ്ട്, മറ്റ് രോഗ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രിയപ്പെട്ടവരുടെ ഒക്കെ കെയറിലും കരുതലിലുമൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബലഹീനതകളിൽ, അവരുടെ ആരോഗ്യപരമായ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തങ്കമ്മ ആന്റിയെ ഓർക്കാം. KC ചെറിയാനങ്ങളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ കുര്യൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ജെസി തോമസ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെർലി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവം തന്റെ കൃപയിൽ സൂക്ഷിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെയിരിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ലിലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. സുശീൽ ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് അവരെ നടത്തണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കണം. പ്രത്യേകിച്ച് ആന്റിയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലൊക്കെ കർത്താവിന്റെ കൃപ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചാച്ചമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും കുടുംബമായിട്ട് ഓർക്കാം, പ്രാർത്ഥിക്കാം. ലെസി ആന്റിയെയും ഷമേലൂട്ടി അങ്കിളിനെയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ബലഹീനതയിൽ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ കൂടെയിരിക്കണമേ, ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയില് ജീവിതത്തില് വിധവകളായവർക്ക് വേണ്ടി, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുഷാമാണി ആന്റിയെ ഓർക്കാം. അന്നമ്മ കോശി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. രത്ന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. മറിയം ജേക്കബ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മോളി ജോർജ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മിണി ജോർജ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജേക്കബ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ലിസി എബ്രഹാം ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ജേക്കബ് വർഗീസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. CS ജോസഫ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെല്ലാം ഇന്നാളുകളിൽ ബലപ്പെടുത്തണമേ, അവരെയൊക്കെ ദൈവം മുൻപോട്ട് നടത്തണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ശാരീരികമായി ബലഹീനതയിലായിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. ചികിത്സയിലും ട്രീറ്റ്മെന്റിലും ഒക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിനെ ഓർക്കാം. കണ്ണിന് കാഴ്ചയുടെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അലീസ്
തോമസ് ആൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ട്രോക്കിന്റെ പ്രയാസത്തെയൊക്കെ അതിജീവിക്കുന്ന സൂസൻ ഐസക് ആൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ജബിയങ്ങളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷിബിച്ചായന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടില് സ്ട്രോക്ക് വന്ന് ട്രീറ്റ്മെന്റിലായിരിക്കുന്ന, വിശ്രമത്തിലായിരിക്കുന്ന ബിജുവിന്റെയും മാൻസിയുടെയും മാതാവ് അമ്മണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികളെ ഡയാനയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സൗഖ്യവും ആശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സർജറികളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റ് പല ട്രീറ്റ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നവര്, ചികിത്സയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വിശേഷിച്ച് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ AC എബ്രഹാം അങ്കിളിന്റെ കുടുംബത്തെ നമുക്ക് ഓർക്കാം. പ്രിയ ലിസി ആന്റിയെയും റോബിനെയും കുടുംബത്തെയും റിനിയെയും കുടുംബത്തെയും പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവ കൃപയിൽ ശക്തിപ്പെടുവാനും ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും അവരെ ദൈവം ഇടയാക്കണമേ. കുടുംബമായി അവരെ ഒരുക്കണമേ. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് ഭവനത്തിൽ നടക്കുന്ന സ്മാരക മെമ്മോറിയൽ പ്രയറിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് വിവിധ രോഗങ്ങളാലും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വിശ്വാസത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. സ്വന്തമായിട്ട് ഭവനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാഹനങ്ങൾ ഇല്ലാത്തവർ, വാഹനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വാഹനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ, കടഭാരത്താല് പ്രയാസപ്പെടുന്നവർ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, നിരാശയിലും സങ്കടത്തിലുമായിരിക്കുന്നവർ, എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ആവശ്യങ്ങളെ അറിയണമേ, അവരുടെ സങ്കടങ്ങളെ കേൾക്കണമേ. ദൈവം തന്റെ കൃപയാൽ അവർക്ക് മറുപടി നൽകണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പല കുഞ്ഞുങ്ങളുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവര് പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ചിലരൊക്കെ അവരുടെ വാർഷിക പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവർക്ക് ദൈവം ബുദ്ധി കൊടുക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, നല്ല കുഞ്ഞുങ്ങളായിട്ട് അവർ മുതിർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 11ാം ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സിലേക്കും ഒക്കെ പ്രവേശിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പഠിക്കാനുള്ള താല്പര്യവും കോൺസെൻട്രേഷനും ഒക്കെ അവർക്ക് നൽകി അവരെ ദൈവം അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിഗ്രി ചെയ്യുന്നവർ, PG പഠിക്കുന്നവർ, റിസർച്ച് ചെയ്യുന്നവർ, അത്തരത്തില് വിദ്യാഭ്യാസത്തിന്റെ പല മേഖലകളിലും പല സാഹചര്യങ്ങളിലുമായിരിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാം. ദൈവം അവരുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ. അവര് പഠിക്കുന്ന ഇടത്തൊക്കെ അവര് നല്ല പ്രശംസ നേടുവാൻ, നന്നായി അവരുടെ പഠന മേഖലയിൽ ശോഭിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റികളിലും വിദേശത്തുമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം പ്രാർത്ഥനയിൽ. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ നടത്തണമേ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് പരിപാലിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. അവരുടെ പഠനത്തിനൊത്തവണ്ണമുള്ള നല്ല പ്ലേസ്മെന്റ് ലഭിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ദൈവം അവരെ അതിനുവേണ്ടി ഒരുക്കണമേ. ഒരുക്കപ്പെട്ടിരിക്കുന്നവർക്ക്, ഒരുങ്ങിയിരിക്കുന്നവർക്ക് ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുടുംബജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ച് മുൻപോട്ട് നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശപ്പെട്ടു പോകാതെ സമൂഹത്തിന്റെ ചോദ്യങ്ങളെ ഭയപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതമാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലെ സ്തോത്രത്തോടുകൂടി അർപ്പിക്കുവാൻ ആ കുഞ്ഞുങ്ങളെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നവരെ പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്ക് തലമുറകളെ നൽകി, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ യങ് കപ്പിൾസിനെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. IT മേഖലയിൽ, മാർക്കറ്റിംഗ് മേഖലകളില്, പ്രൈവറ്റ് കമ്പനികളില്, സർക്കാർ ജോലിയില്, സ്വന്തമായിട്ട് ബിസിനസ്, അധ്യാപകരായിട്ട്, നഴ്സുമാരായിട്ട്, അങ്ങനെ പല നിലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജോലിയിടങ്ങളില് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കായികമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപകടങ്ങളുടെ ഒക്കെ മധ്യത്തിലൊക്കെ ജോലി വണ്ടി ഓടിക്കുന്നവർ, അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെ ദൈവം, അവരുടെ ജോലിയിടങ്ങളിൽ ദൈവം കാക്കണമേ, ദൈവം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ലോക സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഗൾഫ് മേഖലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, അതൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഒക്കെ ജീവിതത്തെ ബാധിക്കുന്നു. നമുക്ക് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നില്ല, സാധനങ്ങൾക്ക് വില കൂടുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ആ മേഖലകളിലായിരിക്കുന്നു. അവരുടെയൊക്കെ ഭാവി എന്താണ്, അവരുടെയൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയും. ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം അത് മാനവരാശിയുടെ തകർച്ചയാണ്. യുദ്ധത്തിലൂടെ നമ്മൾ ഒന്നും നേടിയിട്ടില്ല. നമ്മുടെ ദേശത്തിന്, ലോകത്തിലെ ശാശ്വതമായ സമാധാനം കൈവരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളിൽ നിന്നൊക്കെ ശക്തികൾ പിന്മാറുവാൻ, രാജ്യങ്ങളൊക്കെ പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ പുലരുവാൻ, ഓരോ രാജ്യത്തിലെയും ജനങ്ങളുടെ
ഐശ്വര്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി അവർ ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും അതിൽ ഫോക്കസ് ചെയ്യാനും ഒക്കെ ഗവൺമെന്റ്സിനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥന. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന, ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർഷങ്ങളായിട്ടും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന, വിദ്യാഭ്യാസമില്ലാതെ, പാർപ്പിടമില്ലാതെ, കുടിക്കാൻ നല്ല വെള്ളം ലഭിക്കാതെ ഒക്കെ കഷ്ടപ്പെടുന്ന അനേക കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ആ ജനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണ സംവിധാനങ്ങളെ, ഭരണകർത്താക്കളെ എല്ലാം നമുക്ക് ഓർക്കാം. നീതിയുക്തമായി രാജ്യത്തെ ഭരിക്കുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വരുന്ന സമയങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും നമുക്ക് ഓർക്കാം. തിരഞ്ഞെടുപ്പുകളൊക്കെ സമാധാനപരമായി, നീതിയുക്തമായി നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളെല്ലാം നമുക്ക് ഓർക്കാം. എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിനു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് CSI സഭയെ ഓർക്കാം. സഭയുടെ ആത്മീയമായ ഉണർവിനു വേണ്ടിയും അനുഗ്രഹത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ശ്രദ്ധകളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നമ്മളെ ദൈവം എന്തിനായി സഭയിൽ ലോകത്താക്കിയിരിക്കുന്നു എന്ന ചിന്ത നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ലോകപ്രകാരമുള്ള പല കാര്യങ്ങളിലും നമ്മുടെ സഭയും സഭയുടെ നേതാക്കന്മാരും സഭയുടെ ചിന്താഗതികളും കുടുങ്ങിക്കിടക്കും. സഭാമക്കൾ എന്നുള്ള നിലയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു. വിശ്വസിക്കാൻ പ്രയാസമുള്ള വാർത്ത, സങ്കടപ്പെടുത്തുന്ന വാർത്ത. ബിഷപ്സിനെ കുറിച്ച്, പട്ടക്കാരെ കുറിച്ച്, നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ച്. വിശ്വസ്തത ഭൂമിയിൽ നശിച്ചു പോകുന്നു എന്ന് സംശയിക്കത്തക്ക വിധം പല കാര്യങ്ങളും നമ്മളെ ആശങ്കപ്പെടുത്തും. നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിനു വേണ്ടി, രൂപാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ക്രിസ്തുവിലേക്ക് തിരിയുന്ന സമയമാണല്ലോ നോമ്പിന്റെ നാളുകൾ. ഈ നോമ്പിന്റെ നാളുകളിൽ സഭയ്ക്കൊരു നവീകരണം ഉണ്ടാകുവാൻ, ഒരു വിടുതൽ ഉണ്ടാകുവാൻ, സഭ കൂടുതൽ വിനയത്തോടെ, സ്നേഹത്തോടെ, കരുണയോടുകൂടെ പരസ്പരം ഇടപെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മിഷണറിമാരെയും മിഷൻ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. ഒരുപാട് പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മിഷണറിമാരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വടക്കേ ഇന്ത്യയിലെ സ്കൂളുകള്, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയൊക്കെ അനേകരെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും, സന്നദ്ധ പ്രവർത്തകരെയും, ശുശ്രൂഷകരെയും, സിസ്റ്റേഴ്സിനെയും എല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഇന്ന് മധ്യ മഹായിടവകയിൽ പ്രസ്പിറ്റർമാരായിട്ട് ഓർഡിനേറ്റ് ചെയ്യപ്പെടുന്ന 10ഓളം ഡീക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അവരൊക്കെ അവരെ വിളിച്ച വിളി ഓർത്ത് ശുശ്രൂഷയ്ക്ക് സ്വയം സമർപ്പിതരായി അവരുടെ ശുശ്രൂഷകളെ നിർവഹിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ ക്ലേശിപ്പിക്കുന്ന ചിന്തകൾ എല്ലാം നമുക്ക് ഓർക്കാം.
ദൈവം നമ്മോട് ഇടപെടണമേ. നമുക്ക് വിടുതൽ നൽകണമേ. നമുക്ക് ആശ്വാസം നൽകണമേ. നമുക്ക് സൗഖ്യം നൽകണമേ. നമുക്ക് സ്വസ്ഥത നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ശാന്തമായി നമ്മളെ തന്നെ ദൈവകൃപയുടെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തോടുകൂടെ നമുക്കായിരിക്കാം. പ്രത്യാശയിൽ നമുക്ക് ശരണപ്പെടാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നീതു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കേൾക്കാമോ അച്ഛാ? കേൾക്കാം. യെസ്. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് ഈ രാവിലെ സമയത്തിനായി സ്തോത്രം അപ്പച്ചാ. ദൈവമേ, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇരുപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം. രാവിലെ എഴുന്നേറ്റ സമയം മുതൽ കർത്താവേ, ഈ സമയം വരെ അപ്പച്ചൻ്റെ ഉള്ളംകരങ്ങളിൽ ഞങ്ങളെ കാത്തു. ഒരു മനോഹരമായ രാത്രി ഞങ്ങൾക്ക് തന്നു. സുഖമായ ഉറക്കത്തെ ഞങ്ങൾക്ക് തന്നു. ദൈവമേ, ഇന്ന് ഈ സമയം വരെ ആരോഗ്യത്തോടെ നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമേ, പലപ്പോഴും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. എൻ്റെ കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവമേ തെറ്റുകുറ്റങ്ങളൊക്കെ വരാറുണ്ട് കർത്താവേ. എന്നാൽ അങ്ങ് എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ്, ഞങ്ങളുടെ അജ്ഞതകൾ അറിയുന്ന ദൈവം, ഞങ്ങളോട് ക്ഷമിക്കുന്ന ദൈവം, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ദൈവമേ, ഇവിടെ തലവണക്കിരിക്കുന്ന എല്ലാ മക്കളെയും, പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു എൻ്റെ അപ്പച്ച. ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് അപ്പച്ചൻ ഞങ്ങളെ ഓരോരുത്തരെയും രക്തം കൊണ്ട് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നോയമ്പിന്റെ സമയത്ത് കർത്താവെ, ഹല്ലേലൂയ, കൂടുതൽ സമയം പ്രാർത്ഥിപ്പാനും വേദം പഠിപ്പാനും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും ഒക്കെ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ച. ദൈവമേ, ഞങ്ങൾക്ക് പലപ്പോഴും കർത്താവെ പ്രാർത്ഥിക്കാനും പാടുവാനും അതിനൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ ഇല്ല കർത്താവ്. എത്രത്തോളം ഞങ്ങൾ ബിസിയാണ്. ആ പാപങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേറെ എല്ലാത്തിനും ടൈമുണ്ട് കർത്താവ്, ഇതിന് മാത്രം ഞങ്ങൾക്ക് ടൈമില്ല കർത്താവെ. ദൈവമേ, ആ പാപങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ മാത്രം മുറുകെ പിടിക്കുന്ന ഒരു ആങ്കർ അല്ല കർത്താവെ അങ്ങ് എപ്പോഴും ഞങ്ങളോട് കൂടിയിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങ് എപ്പോഴും ഞങ്ങളുടെ വലതുഭാഗത്തുള്ളതിനാൽ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. അങ്ങയെ നോക്കി അങ്ങയെ മുറുകെ പിടിച്ച് ഹല്ലേലൂയ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പൊക്കമോ വണ്ണമോ നോക്കുന്നില്ല. അങ്ങ് ഞങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയോ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ നോക്കുന്ന ദൈവമല്ല. ഞങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചോ, ഞങ്ങൾ എവിടെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചത് അങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിപ്പോ ആയിരിക്കുന്ന അവസ്ഥ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളെ കരുതുന്ന കർത്താവായിരിക്കാൻ സ്തോത്രം കർത്താവെ. ഞങ്ങളെ മുഴുവനും അറിയുന്ന കർത്താവായിരിക്കാൻ സ്തോത്രം കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനൊക്കെ തരുന്ന അവസരത്തിനായി സ്തോത്രം കർത്താവെ. ദൈവമേ, ഈ ലോകം മൊത്തത്തിൽ അസ്വസ്ഥമാണ് കർത്താവെ. ദൈവമേ, യുദ്ധവും ദൈവമേ അതിന്റെ കെടുതികളും ഒക്കെ അനേകര് ഭാരപ്പെടുന്നുണ്ട്. ദൈവമേ, അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ ഞങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ട് കർത്താവെ. ദൈവമേ, എന്നിട്ട് പോലും കർത്താവെ പലപ്പോഴും പല കാര്യത്തിലും ഞങ്ങൾ അഹങ്കരിക്കുന്നവരാണ്. ദൈവമേ കർത്താവെ, മനുഷ്യരെ പുച്ഛിക്കുന്നവരാണ് കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിനയപ്പെട്ട് ജീവിപ്പാൻ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ദൈവമേ എപ്പോഴും പാൽ കുടിക്കുന്നവരായിട്ടല്ല കർത്താവെ. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കുവാനുള്ള പ്രാപ്തി ഓരോരുത്തർക്കും അങ്ങ് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങൾ കാലാകാലങ്ങളായി സൺഡേ സ്കൂളിൽ പോകുന്നവരാണ്, യൂത്തിൽ കൂടുന്നവരാണ്, എല്ലാം പള്ളിയിൽ പോകുന്നവരാണ്, എല്ലാം ചെയ്യുന്നവരാണ് കർത്താവ്. ഞങ്ങൾ കൊയറിൽ പാടുന്നവരാണ്. എന്നാലും കർത്താവെ, ഹല്ലേലൂയ, യേശുവിന്റെ അനുയായികളായി ഇരുപ്പാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് എന്ത് ആവശ്യപ്പെട്ടു അതുപോലെ
ദൈവമേ ജീവിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ പിന്നെയും എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ പാപം വന്നു പോയാലും ഹല്ലേലൂയ ക്ഷമയോദിച്ച് ക്രിസ്തുവിൽ എഴുന്നേറ്റ് നിൽപ്പാൻ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ പാട്ടിലോ പ്രസംഗത്തിലോ ഉള്ള പൂർണ്ണതയിലല്ല. പ്രൈസ് ദി ലോർഡ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങേ സാക്ഷീകരിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ പലപ്പോഴും വേദനകൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ. ദൈവമേ പലപ്പോഴും ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ കർത്താവ് ഒരു ATM മെഷീൻ അല്ലെന്നുള്ള തിരിച്ചറിവ് ഹല്ലേലൂയ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവമേ ചെങ്കടലിന്റെ അവസ്ഥയിലും ഹല്ലേലൂയ കർത്താവ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പ് പ്രൈസ് ദി ലോർഡ് ആ കൺവിക്ഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവ്. ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ ഭാരങ്ങളിൽ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പ ഹല്ലേലൂയ ആരൊക്കെ ഞങ്ങളെ വിട്ടിട്ട് പോയാലും അപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ കരുതൽ പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഞങ്ങൾക്ക് മാതാവും പിതാവുമായി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ കരുതൽ, വലിയ സ്നേഹം, വലിയ ഉറപ്പ് ഹല്ലേലൂയ അത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ കർത്താവ് പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങളുടെ ഇടവകയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഹല്ലേലൂയ. ഈ ഒരു വലിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ ഹല്ലേലൂയ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ് കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മകനെ അങ്ങ് രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്ന ആൾ സ്തോത്രം. നിന്റെ മകന്റെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന ആൾ സ്തോത്രം കർത്താവേ. കുടുംബമായി ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരെ അറിയിപ്പാനുള്ള കൃപ ദൈവമേ ഹല്ലേലൂയ അവർക്ക് കൊടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നീ പറയുന്നിടത്തൊക്കെ പോകുവാൻ, നീ പറയുന്നത് പോലൊക്കെ പ്രവർത്തിപ്പാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവരെ കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഇപ്പൊ ട്രാൻസ്ഫർ ഒക്കെ ഉള്ളപ്പോൾ അവർ ആവശ്യങ്ങളൊക്കെ അറിയുന്നു കർത്താവേ. വിവിധമായ ആവശ്യങ്ങൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവേ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്റെ അപ്പച്ച. അങ്ങാണ് അയച്ചിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ്. അങ്ങാണ് കരുതുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. നീ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടണ്ട എന്ന് പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ ഞങ്ങളോടൊപ്പമുള്ളതിനാൽ സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് കൊച്ചുമ്മയ്ക്കായി മക്കൾക്കായി സ്തോത്രം. ദൈവമേ അവരുടെ പഠനങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരിക്കുന്നതിനാൽ സ്തോത്രം. അവരുടെ രോഗങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ ഹല്ലേലൂയ അങ്ങ് സൗഖ്യം കൊടുക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കൂടുതൽ പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ അവരെ കുടുംബമായി അവരെ 4 പേരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് രക്തം കൊണ്ട് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ പച്ച. ദൈവമേ ഞങ്ങളുടെ ഇടവകയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ പച്ച. ഹല്ലേലൂയ. ദൈവമേ സഭ ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ ശരീരമാകുന്നു പ്രൈസ് ദി ലോർഡ്. ദൈവമേ സഭ കർത്താവേ ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മണവാട്ടിയായി തീരുവാൻ പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുവേ. ഹല്ലേലൂയ. എന്റെ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയിലെ വിവിധങ്ങളായ എല്ലാ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ് ഞങ്ങളുടെ ക്വയറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യൂത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യങ് കപ്പിൾസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലേറ്റി ഫെലോഷിപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിന്റെ ആക്ടിവിറ്റീസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഓരോ ഓർഗനൈസേഷൻസും ദൈവമേ ഹല്ലേലൂയ വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ കൂടുതൽ അങ്ങേ സേവിപ്പാൻ പ്രൈസ് ദി ലോർഡ് അതിനാക്കി തീർക്കണമേ. ദൈവമേ ഓരോ ഓർഗനൈസേഷന്റെ ദൈവമേ പ്രവർത്തനവും ദൈവമേ കൂടുതൽ അങ്ങേ സാക്ഷീകരിക്കുന്ന പ്രവർത്തനങ്ങളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ, നിന്റെ മക്കളുടെ ദൈവമേ പ്രയാസങ്ങൾ, നിന്റെ ഭാരങ്ങൾ ദൈവമേ ഹല്ലേലൂയ ദൈവമേ പലപ്പോഴും ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൂടാ കർത്താവേ. ഹല്ലേലൂയ. എന്നാൽ അങ്ങ് ഹല്ലേലൂയ ഞങ്ങളെ ഒരൊറ്റ ശരീരമായി ദൈവമേ ഒരൊറ്റ നൂലിൽ കോർത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവേ. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം എന്റെ അപ്പച്ച. ദൈവമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ മക്കളെ അങ്ങ് കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവേ ഹല്ലേലൂയ ഈ സമയത്ത് കർത്താവേ വേർപാടിന്റെ വേദന ഇരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ കർത്താവ് പ്രത്യേകിച്ച് ലിസിയാൻഡിക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മകളെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് കർത്താവേ. ഹല്ലേലൂയ. എന്നാൽ അങ്ങ് ഈ ലോകത്ത് ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവേ. അങ്ങ് സമാധാനം അങ്ങ് ക്രിസ്തുവിന്റെ ദൈവമേ ശാന്തത നിന്റെ മകൾക്ക് കൊടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. കുടുംബത്തിൽ നിന്റെ മക്കളെയൊക്കെ അങ്ങ് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം അപ്പച്ച. അങ്ങനെ കർത്താവെ ദൂരത്തും ചാരത്തുമായി ദൈവമേ വേർപാടിന്റെ വേദന ഇരിക്കുന്ന എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ.
അവരെ അങ്ങ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് എൻ്റെ യേശു അപ്പച്ച, രോഗത്തിന്റെ അവസ്ഥയിൽ, ഭാരത്തിന്റെ അവസ്ഥയിൽ, ദൈവമേ ഹോസ്പിറ്റലിലും ദൈവമേ വീട്ടിലും ഒക്കെ ആയിട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ദൈവമേ സർജറി പ്രൊസീജിയേഴ്സിൽ കൂടെ കടന്നു പോകുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ കർത്താവെ, അങ്ങ് സൗഖ്യം നൽകുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹാലലുയ ദൈവമേ, അതുപോലെ കർത്താവെ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ദൈവമേ ഞങ്ങളുടെ അങ്കിൾമാരെ, ആന്റിമാരെ, അച്ഛൻ പേര് എടുത്തു പറഞ്ഞ് എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പച്ച, ദൈവമേ അവരുടെ പ്രയാസം, ദൈവമേ അവരുടെ വിഷമം എല്ലാം അങ്ങ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവേ. ദൈവമേ അവർക്ക് ആശ്വാസവും സൗഖ്യവും അങ്ങ് കൊടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ സ്ട്രോക്കിന്റെ അവസ്ഥയിലിരിക്കുന്നവര് കർത്താവേ, ഹാലലുയ. ദൈവമേ കർത്താവേ, ഹാർട്ട് അറ്റാക്കിന്റെ, ഹാർട്ടിന്റെ ഇഷ്യൂ, കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളെ ദൈവമേ പ്രയാസം അനുഭവിക്കുന്നവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവേ, ഹാലലുയ. ദൈവമേ കിഡ്നി ഡിസീസിലുള്ളവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലുയ. അങ്ങനെ കർത്താവെ, ഓരോരോ പ്രശ്നങ്ങളും ഭാരങ്ങളുമായിട്ടിരിക്കുന്നവര് ദൈവമേ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ. അവരുടെയൊക്കെ ആവശ്യങ്ങളിൽ കർത്താവെ, അവരുടെ വേദനകളിൽ അങ്ങ് അവർക്ക് ആശ്വാസവും തുണയുമായിരിക്കുന്നതിനാൽ സ്തോത്രം. അവർക്ക് സൗഖ്യം അങ്ങ് കൊടുക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹാലലുയ ഹാലലുയ. ഓരോ ദിവസവും അങ്ങ് അവരെ എഴുന്നേറ്റ് നടത്തുന്ന കൃപയ്ക്കാൽ സ്തോത്രം. ദൈവമേ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും രോഗമൊന്നും വരാതെ എൻ്റെ അപ്പച്ചന് ഉള്ളം കാര്യങ്ങളിൽ ഞങ്ങളുടെ പൈതങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ ബാല്യത്തിൽ തന്നെ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇപ്പൊ എക്സാംസിന്റെ ഒരു സമയമാണ് കർത്താവെ. പലരുടെ എക്സാം കഴിഞ്ഞു, കുറെ പേരുടെ നടക്കുന്നുണ്ട്. പക്ഷേ നിന്റെ മക്കളുടെ എക്സാമിന്റെ ദൈവമേ ഹാലലുയ. ദൈവമേ പഠിപ്പാനുള്ള കൃപ കൊടുക്കണമേ, അത് പഠിച്ചെഴുതാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പക്ഷേ ഹാലലുയ. ദൈവമേ ഞങ്ങളുടെ മക്കളൊക്കെ അവർ ഹോസ്റ്റലായിരിക്കുന്ന ദൈവമേ ഏതൊക്കെ പ്ലേസിലായിരിക്കുന്നു ആ സ്ഥലത്തൊക്കെ എൻ്റെ അപ്പച്ചൻ്റെ ദൈവമേ സ്ലീബായാൽ നിന്റെ മക്കളെ അങ്ങ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവേ ഹാലലുയ. ദൈവമേ കർത്താവെ, ഞങ്ങളുടെ യങ് കപ്പിൾസിനെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ ഹാലലുയ. ദൈവ അനുസൃതമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, മക്കളെ ദൈവത്തിൽ വളർത്തുവാനൊക്കെ കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വർക്ക് ഫോഴ്സ് അവരാണ് കർത്താവെ. ഹാലലുയ. ദൈവമേ ഹാലലുയ. ജോലിക്ക് ഒക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ട് കർത്താവെ. ഹാലലുയ. എൻ്റെ കർത്താവേ, അവരുടെ ജോലികളെയൊക്കെ അങ്ങ് നിലനിർത്തി കൊടുക്കണമേ. അത് ചെയ്യുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിക്ക് വേഗതയും കൈക്ക് വേഗതയും അങ്ങ് കൊടുക്കണമേ. ദൈവമേ ഹാലലുയ കർത്താവേ. ഹാലലുയ. അവരുടെ ജോലി അവർക്ക് നിലനിർത്തി കൊടുക്കണമേ. അവർ ഡിസേർവ് ചെയ്യുന്ന പ്രൊമോഷൻസും സാലറി ഹൈക്സും ഒക്കെ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ യൂത്ത്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സ് അവർക്കുണ്ട് കർത്താവേ. അവസരം അങ്ങ് അവർക്ക് വേണ്ടി തുറക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹാലലുയ. വഴിവാതുകൾ തുറക്കുന്ന ദൈവം അങ്ങായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹാലലുയ. എൻ്റെ കർത്താവ്, യൗവനത്തിലെ സൃഷ്ടാവിനെ കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ എല്ലാ യൂത്ത്സിനെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ. ഹാലലുയ. എൻ്റെ കർത്താവെ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക തുണേ. ഹാലലുയ. ദൈവമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവമേ ഹാലലുയ ഹാലലുയ. ദൈവമേ കർത്താവെ, റീച്ചലിനെ ആയിരിക്കും, പക്ഷെ ദൈവം ഞങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത് ആയിരിക്കും കർത്താവെ. ആ ഒരു വലിയ ബോധ്യമൊക്കെ നിന്റെ മക്കൾക്ക് കൊടുക്കണമേ കർത്താവെ. ഞങ്ങൾ വിചാരിക്കുന്ന ദൈവമേ കർത്താവെ കണ്ടീഷൻസിലൂടെ പോകുന്നവരല്ല, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലുയ. ദൈവമേ ദൈവം നമ്മൾ കുടുംബജീവിതം നയിപ്പാനൊക്കെ നിന്റെ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹാലലുയ ഹാലലുയ കർത്താവെ. ദൈവമേ കർത്താവെ, മക്കളില്ലാതെ ദൈവമേ ഇല്ലാതെ വിഷമിക്കുന്നവരെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലുയ. ദൈവമേ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരു നിലവിളിയും കർത്താവെ മറക്കപ്പെട്ടിരിക്കുന്നില്ലല്ലോ. പ്രൈസ് ലോർഡ്. അങ്ങ് എല്ലാവരുടെയും അവസ്ഥ അറിയുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ കന്യകയ്ക്ക് മക്കളെ കൊടുത്ത ദൈവം കർത്താവെ, എല്ലാം നിന്ന് പോയവൾക്ക് മക്കളെ കൊടുത്ത ദൈവം ദൈവമേ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹാലലുയ. ദൈവമേ കർത്താവെ, ഓരോരോ വിവിധ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവര്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവര്, ദൈവമേ ഈ ദേശത്തൊരു ദൈവമേ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ്, ഒരു വീടൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. ഹാലലുയ. ദൈവമേ വാഹനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവര്, ദൈവമേ മക്കളുടെ ഫീസ് കൊടുക്കാൻ പ്രയാസപ്പെടുന്നവര്, ദൈവമേ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ദൈവമേ ഇനി ഫ്യൂച്ചർ എന്താവും ഈ അൺസർട്ടനിറ്റിയെ കുറിച്ച് ആലോചിച്ച് ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. ഹാലലുയ. എൻ്റെ കർത്താവെ. ഹാലലുയ. ദൈവമേ ഹാലലുയ ഹാലലുയ. ദൈവമേ സമ്പത്ത് യഹോവയാൽ വരുന്നു, മനുഷ്യന്റെ അധ്വാനം അതിനോടൊന്നും കൂട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം അത് പറയുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഹാലലുയ ഹാലലുയ. ദൈവമേ കർത്താവെ. ഹാലലുയ. അങ്ങയുടെ ബലമുള്ള കൈക്കീഴ്ക്ക് താണിരുപ്പാൻ ദൈവമേ കർത്താവെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ ഞങ്ങൾക്ക് കിടക്കാൻ ഒരിടം ആവശ്യമാണെന്ന് അങ്ങ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ഭവനങ്ങളെ ഒരുക്കുന്നത് അങ്ങാണ് കർത്താവെ. ഭവനം വേണ്ടവർക്കൊക്കെ അങ്ങ് അത് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു അപ്പച്ച. അങ്ങനെ ദൈവമേ ഓരോരോ നല്ല ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈലിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്നു
പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ആവശ്യം കർത്താവെ, ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു അനാവശ്യമാണെങ്കിലും കർത്താവ് അറിയുന്നു. അവർക്ക് ബെസ്റ്റ് ഏറ്റവും വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ളത് അവർക്ക് കൊടുത്തവരെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ. അങ്ങനെ ഓരോരോ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആരോടും പറയാനാകാത്ത ദുഃഖങ്ങളുമായിരിക്കുന്നവരോട് കർത്താവെ ഹാലലുയ അവരെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹാലലുയ അങ്ങ് എല്ലാം അറിയുന്നു. കർത്താവെ ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ നീക്കുന്ന ദൈവം, ഹാലലുയ അവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹാലലുയ എൻ്റെ കർത്താവെ മക്കളെ ചൊല്ലി വിഷമിക്കുന്ന എല്ലാ പേരൻസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും വഴിതെറ്റി പോകാനോ നശിച്ചു പോകാനോ ഇടയാവില്ലേ. ദൈവമേ നല്ല ഹ്യൂമാനിറ്റിയുള്ള കുഞ്ഞുങ്ങളെ, ദൈവികതയുള്ള കുഞ്ഞുങ്ങളെ, മറ്റുള്ളവരെ സഹായിക്കുന്നവരെ ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ ദൈവമേ ഹാലലു മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുവാനും ദൈവമേ ഹാലലുയ ഹാലലു ക്രിസ്തുവിനെന്ന പോലെ മറ്റുള്ളവരോട് ഇടപെടുവാനുള്ള കൃപയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹാലലുയ 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 ദൈവമേ ദുഷ്ടൻ പിടിമുറുക്കുന്ന ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഹാലലുയ എൻ്റെ കർത്താവെ ഹാലലുയ ഹാലലുയ ദൈവമേ ദൈവത്തിൻ്റെ ദൈവമേ വചനം മുറുകെ പിടിച്ച് ഹാലലുയ ദൈവമേ അതിൽ തന്നെ ജീവിപ്പാൻ, അതിൽ തന്നെ ആയിരിപ്പാൻ, അതിനെ ആചരിപ്പാൻ ഹാലലുയ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ 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 ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അയൽക്കാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പച്ച ഹാലലുയ ഹാലലുയ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പച്ച എല്ലാവരെയും അപ്പച്ചൻ്റെ സാന്നിധ്യത്തിൽ അപ്പച്ചൻ്റെ മറവിൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ സീസണൽ കോൾഡും ഫീവേഴ്സും ഓരോരോ ജോയിൻ്റ് ഏക്സും ഒക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. ഹാലലുയ ചെറിയ ചെറിയ വേദനകൾ അവരുടെ ഡെയിലി ലൈഫ്സിനെ ബാധിക്കുന്നവരുണ്ട് കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ വീട്ടമ്മമാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജോലി എത്ര നിസ്സാരമെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും കർത്താവെ അവരാണ് ഞങ്ങളുടെ വീടുകളെയൊക്കെ കൂട്ടിയിടക്കുന്നത് കർത്താവെ. അവരെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ അങ്കിളുമാരെയും ആൻറ്റിമാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹാലലുയ അങ്ങാണ് ജീവിത പങ്കാളികളെ താങ്ങുന്നത്, അങ്ങാണ് എടുത്തിരിക്കുന്നത്. ഹാലലുയ എൻ്റെ ദൈവമേ ഒറ്റയ്ക്കായെന്ന് തോന്നുമ്പോൾ, ആരുമില്ല എന്നൊക്കെ തോന്നുമ്പോൾ എൻ്റെ പ്രൈസ് ലോർഡ് പിതാവേ അങ്ങേ മുറുകെ പിടിച്ച് ആശ്വാസത്തിൽ അങ്ങയിലായിരിക്കാൻ, അങ്ങയിൽ സമാധാനം കണ്ടെത്തുവാൻ എൻ്റെ മക്കളെ ഓരോരുത്തരെയും അങ്ങ് കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കൃപ ഹാലലുയ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ തന്ന നാളത്രയും സന്തോഷത്തോടെ ജീവിപ്പാൻ, ദൈവമേ കൊടുത്ത കൃപയിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ തുടർന്നുള്ള ജീവിതം കർത്താവെ ഹാലലുയ മറ്റുള്ളവർക്ക് നന്മയ്ക്കായി ജീവിപ്പാൻ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ ദൈവമേ ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പാ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ് കർത്താവെ. ഹാലലുയ ഞങ്ങൾക്കുള്ള വചനത്തെ അങ്ങ് കേൾപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹാലലുയ ഹാലലുയ ദൈവമേ ഓരോ ഉയർപ്പ് കഴിയുമ്പോഴും കർത്താവെ ഹാലലുയ ആത്മാവിൽ പുതുക്കപ്പെട്ടവരെ എഴുന്നേൽപ്പാൻ പ്രൈസ് ലോർഡ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ അപ്പാ. പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പാ. പ്രാർത്ഥന സ്വരത്തിൽ വന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് മരിച്ചുയർത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എത്ര മോദം എൻ സ്വർഗദൂതൻ ചൊല്ലുന്നു തൻ സ്നേഹം തൻ വേദത്തിൽ, കാണുന്നതിൽ ഞാൻ വിസ്മയകാര്യം, യേശുവിൻ സ്നേഹം അതിവിശേഷം. എത്ര മോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. എത്ര മോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നെന്നെയും. തന്നെ ഞാൻ മാറുന്നു ഓടിയാലും, എന്നെ താൻ അത്യന്തം സ്നേഹിക്കുന്നു. തൻ സ്നേഹ കൈകളിലേക്കോടും ഞാൻ, യേശു തൻ സ്നേഹത്തെ ഓർത്തിടുമ്പോൾ. എത്ര മോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. എത്ര മോദം താൻ സ്നേഹിക്കുന്നു,
സ്നേഹിക്കുന്നെന്നെയും. യേശു സ്നേഹിക്കുന്നെന്നെ എത്രയും, സ്നേഹിച്ചിടുന്നവനെയും ഈ ഞാൻ. സ്വർഗം താൻ വിട്ടിറങ്ങി സ്നേഹത്തോ ക്രൂശിൽ മരിച്ചതും തൻ സ്നേഹത്തോ. ഇത്രമോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഇത്രമോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നെന്നെയും. വിശ്രാമം ഏറെയുണ്ടിയുറപ്പിൽ, ആശ്രയത്താലുണ്ടു വാഴ്വും തന്നെ. യേശു സ്നേഹിക്കുന്നെന്നുച്ചരിക്കിൽ, സാത്താൻ ഭയന്നിതാ പാഞ്ഞിടുന്നു. ഇത്രമോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഇത്രമോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നെന്നെയും. മാരാജ സൗന്ദര്യം ഞാൻ കാണുമ്പോൾ, പാട്ടൊന്നേ പാടാൻ എനിക്കുള്ളെങ്കിൽ, നിത്യതയിൽ എന്റെ പാട്ടിവണ്ണം യേശു സ്നേഹിക്കുന്നിതെന്താശ്ചര്യം. ഇത്രമോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഇത്രമോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നെന്നെയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പല ഭവനങ്ങളിലും പല സാഹചര്യങ്ങളിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നുകൊണ്ട് ഇപ്രകാരം ആത്മീയമായ ഈ കൂടിവരവ് കൂട്ടായ്മ അനുഭവിപ്പാൻ, അതിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത്, ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മള് നോമ്പിന്റെ നാളുകളിലൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പ് Lent is a time for us to revive ourselves rather than a ritual. നമ്മളെ റിഫോം ചെയ്യാനുള്ള ഒരു സമയമാണ് നോമ്പ് എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് എ റിച്വൽ ദാറ്റ് വി impersonally involve or engage. പലപ്പോഴും നമ്മുടെ ആരാധനയും നമ്മുടെ പതിവുള്ള കാര്യങ്ങളൊക്കെ ഒരു പീരിയോഡിക്കൽ അറ്റൻഡൻസ്, ഒരു സമയബന്ധിതമായ നമ്മുടെ ഒരു പങ്കാളിത്തം, ഒരു അനുഷ്ഠാനം, ഒരു ആചരണം, ഒരു റെപ്പറ്റീഷനായി പലപ്പോഴും മാറുന്നുണ്ട്. നമ്മുടെ ആത്മാവും നമ്മുടെ ജീവിതവും നമ്മുടെ അനുഭവങ്ങളും ഈ ഒരു ആത്മീയമായ പ്രവൃത്തിയിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് പലപ്പോഴും മാറി നിൽക്കും. അതുകൊണ്ടാണ് അത് ഒരു അനുഷ്ഠാനമായി മാറിയിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു റിച്വലായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. And we invent a lot of other, supplementary activities, supplementary festivals
in addition to the observation of Lent, അല്ലെ? ഒരുപാട് പുതിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോരോ സമയത്ത് ലെൻഡുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കും. So that we may all feel good that we are doing. അങ്ങനൊരു ആശയമുണ്ട്. നമ്മള് ഫീൽ ഗുഡ് എന്നൊരു സെൻസ് ഉണ്ട്, അല്ലെ? ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കൊള്ളാം, നല്ലതായിരിക്കുന്നു. അങ്ങനൊരു തിയോളജിക്കൽ കോൺസെപ്റ്റ് തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫീൽ ഗുഡ് റിലീജിയൻ. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ വി ഫീൽ ഗുഡ് ഓഫ് അവർ സെൽസ്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു നല്ല ഫീലിംഗ് ഉണ്ടാകും, ഒരു നല്ല വികാരം നമ്മളെ കുറിച്ച് തോന്നും. അത് എത്രത്തോളം വാസ്തവമായിരിക്കും, എത്രത്തോളം സത്യസന്ധമായിരിക്കും, എത്രത്തോളം ശരിയായതാവും എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. വി ഡോണ്ട് അസസ് വെദർ ദിസ് ഫീലിംഗ് ഓഫ് ഗുഡ് ഈസ് റിയലി ഗുഡ് അറ്റ് ഓൾ. അപ്പൊ അതുകൊണ്ട് നോമ്പ് അത്തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സെൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള, ഒരു ഫോൾസ് സെൻസ് ഓഫ് ഫീലിംഗ് ഗുഡ് ഉണ്ടാക്കാനുള്ള ഒരു സമയമല്ല. നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളും പരമ്പരാഗതമായ കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മുടെ പ്രാക്ടീസസ്. മറിച്ച് എന്താണ് ശരിയായ നോയമ്പ്, അല്ലെങ്കിൽ എന്താണ് ശരിയായ വിശ്വാസത്തെ ശക്തീകരിക്കുന്ന നോമ്പനുഷ്ഠാനത്തിന്റെ സവിശേഷത? രമ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കും. രമ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം, അതില് 3-ാമത്തെ വാക്യം, ജെറമിയ ചാപ്റ്റർ 7 വേഴ്സ് 3, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. ദൈവത്തിന്റെ ആത്മാവ്, യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുന്ന, യിരെമ്യാവിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്, റിഫോം യുവർ വേസ് ആൻഡ് ആക്ഷൻസ്. സോ യഥാർത്ഥത്തിൽ എന്താണ് നോമ്പനുഷ്ഠാനം എന്ന് ചോദിച്ചാൽ, Lent is a time for us to reform our actions and our ways. രണ്ട് കാര്യങ്ങളാണ്, നമ്മളുടെ വഴി, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നടപ്പും നമ്മുടെ പ്രവർത്തികളും. It is a time for us to bring behavioral changes. നമ്മുടെ സ്വഭാവപരമായ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ് നോമ്പ്. Lent should bring a radical change in our culture and character. നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഒരു പുതുക്കം, ഒരു ശുദ്ധീകരണം, ഒരു മാറ്റം വരുത്താനുള്ള ഒരു സമയമാണ്. ഒന്നാമത്തെ ചിന്ത അതാണ്. So it is a time for us to reform ourselves, our behaviors, our life patterns, our thought processes. So it is a time for us to reform, revive our behavioral approaches. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റും, എന്താണ് നമ്മളങ്ങനെ ചോദിക്കും, എന്താണ് എനിക്ക് കുഴപ്പം, അല്ലെ, എന്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം? അങ്ങനെ ചിലപ്പോഴെങ്കിലും നമ്മൾ ആ ചോദ്യം ഫേസ് ചെയ്യാറുണ്ട്. എന്താണ് കുഴപ്പം? എന്താണ് പ്രോബ്ലം? വാട്ട് ഈസ് മൈ പ്രോബ്ലം?
അല്ലെ? ഇന്നിപ്പോ നമ്മൾ ഈ കേരളത്തിലും ഒക്കെ രാഷ്ട്രീയം നടക്കുന്നത് കൊണ്ട് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് എന്താണ് ഒരു കുറവ്? അല്ലെ? കേരളത്തിലുള്ള എല്ലാവരും ചിന്തിക്കുന്നത് എല്ലായിടത്തും വേണമെങ്കിൽ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, എനിക്ക് എന്താണ് കുഴപ്പം? ശരി, ഒരു ന്യായമായ ചോദ്യമാണ്. ആരെയാണ് മാറ്റി നിർത്തേണ്ടത്? എല്ലാവരും യോഗ്യരാണ്. ആർക്കാണ് യോഗ്യത ഇല്ലാത്തത്? സോ എന്താണ് എന്റെ പ്രോബ്ലം? വാട്ട് ഈസ് മൈ പ്രോബ്ലം ഇൻ ഡൂയിങ് ദാറ്റ്? അപ്പോ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ നടപ്പും ഒക്കെ നന്നാക്കുവാൻ, ശരിയാക്കുവാൻ, നേരെയാക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ഇരമ്യാവിലൂടെ ദൈവജനത്തോട് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർ ചോദിക്കത്തില്ലേ, ഇപ്പോഴത്തെ നടപ്പിന് എന്താ കുഴപ്പം? നമ്മളെല്ലാരും ചിന്തിക്കുന്നത് അങ്ങനെ. എന്റെ ഇപ്പോഴത്തെ നടപ്പിന് എന്താ കുഴപ്പം? ഞാൻ കുഴപ്പമില്ലല്ലോ, ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമുണ്ടോ? സോ വി സംടൈംസ് കൗണ്ടർ ദിസ് ഡിവൈൻ ഡിമാൻഡ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളുള്ള നമ്മൾ ദൈവത്തിന്റെ ഈ ആവശ്യത്തെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അതിജീവിക്കാൻ, അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ എന്തുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ പ്രവൃത്തികൾ നവീകരിക്കപ്പെടണം, നന്നാക്കണം എന്ന് ദൈവം ആവശ്യപ്പെടും? അല്ലെങ്കിൽ ദൈവം അവരിൽ കണ്ടെത്തുന്ന, അവരുടെ പ്രവർത്തനത്തിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ എന്താണ്? വാട്ട് വാസ് the problems, the issues that God identified in the life of Israelites and demanding them to change and reform? ഒന്നാമത്തെ അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം, and we are always confronted with this reality. അവരോട് ദൈവം പറയുന്നത് 4-ാമത്തെ വാക്യം, വ്യാജ വാക്കുകളിൽ വിശ്വസിക്കരുത്, ആശ്രയിക്കരുത്. അപ്പോ അവരുടെ പ്രശ്നത്തിൽ, അവരുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്? കപടതയാണ്, വ്യാജമാണ്, ഡിസപ്ഷൻ, വഞ്ചനയാണ്. അത് വീണ്ടും പറയുന്നുണ്ട് 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു. സി, ദാറ്റ് ഈസ് ദ ബേസിക് ഇഷ്യൂ. ഈ വ്യാജത്തിന്റെ കുഴപ്പമല്ല. സി, എവറി ടൈം ഇൻ ദ വേൾഡ് വി ആർ ചലഞ്ച്ഡ് ബൈ ദി എക്സിസ്റ്റൻസ് ഓഫ് ഡിസപ്ഷൻ, വഞ്ചന, ചതി, നേരില്ലായ്മ, കപടത എല്ലാ കാലത്തും. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴും അവിടെയും ഒരു കപടത ഉണ്ടായിരുന്നു എന്നാണ്. സി, ദി എക്സിസ്റ്റൻസ് ഓഫ് ഡിസപ്ഷൻ, the existence of pseudo words, കപടതയുടെയും വഞ്ചനയുടെയും നിലനിൽപ്പ് തുടക്കം തൊട്ട് തന്നെ ഉണ്ട്. നന്മ ആരംഭിക്കുന്നു, ആ കാലഘട്ടത്തിൽ തന്നെ സമാന്തരമായി തിന്മയുടെ നിലനിൽപ്പുണ്ട്. So it is not that there was a time or there is a time there or where there is no deception at all. അങ്ങനെയുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് അതൊരു പ്രതീക്ഷിക്കാം. വ്യാജമില്ലാത്ത, മാവേലി നാടിനെ കുറിച്ചൊക്കെ നമ്മൾ ഓണ സമയത്ത് പാടത്തില്ലേ, കള്ളമില്ലാത്ത, വ്യാജമില്ലാത്ത ഒരു കാലം. ഒരു നല്ല സ്വപ്നമാണ്. പക്ഷെ ഇന്നിപ്പോ തിരിച്ചാണ്. സത്യമില്ലാത്ത, നേരില്ലാത്ത, നന്മയില്ലാത്ത, നേർമയില്ലാത്ത ഒരു കാലമാണ് ഇന്നത്തെ കാലം. So deception, deceptive words, deceptive approaches, deceptive realities are always there in the history. But what was their problem? എന്തായിരുന്നു ഇസ്രായേൽ ജനതയുടെ പ്രോബ്ലം? അവര് വ്യാജത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. They trust themselves in deceptions. ഈ വ്യാജം ശക്തമാകുന്നത്, കളവും കപടവും കപടതയും പ്രബലമാകുന്നത് എന്തുകൊണ്ടാണ്? അത് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ഏറ്റെടുക്കാനും അത് അംഗീകരിക്കാനും അതിനെ ആഘോഷിക്കാനും ഒരു സമൂഹം തയ്യാറാകുമ്പോഴാണ്, അല്ലെ?
അങ്ങനല്ലേ? അസത്യവും കള്ളവും കപടതയും ഒക്കെ വർദ്ധിക്കുന്നത്, വളരുന്നത് എന്തുകൊണ്ടാണ്? പണ്ടത്തെ ഒരു തലമുറ അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തിലെ തലമുറകൾ കുറച്ചുകൂടി സത്യസന്ധമായ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വസ്തുതാപരമായി മനസ്സിലാക്കാനും, അത് വിശ്വാസമാണെങ്കിലും കൊള്ളാം, മതമാണെങ്കിലും കൊള്ളാം, ആത്മീയതയാണെങ്കിലും കൊള്ളാം, കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ തയ്യാറായി. കുറച്ചുകൂടി ആപേക്ഷികമായ ജീവിതബന്ധിയായ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ തയ്യാറായി. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ പൂർവികർ തയ്യാറായതുകൊണ്ട് തന്നെയാണ് ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസ യാഥാർത്ഥ്യങ്ങളും സഭകളും സമൂഹങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെട്ടത്. ചരിത്രം പഠിച്ചാൽ മതി. എല്ലാ കാലത്തും സഭ ഒരുപോലെ നിന്നിരുന്നില്ല. സഭയിലെ ചില ദൈവശാസ്ത്രപരമായി നീതീകരിക്കാൻ കഴിയാത്ത, ന്യായീകരിക്കാൻ കഴിയാത്ത, യുക്തിപരമായി യുക്തിസഹമായി നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തു നമ്മുടെ പൂർവ്വികർ. But now, unfortunately, we are blindly depending and trusting the deceptive words and words. നമ്മുടെ ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. ഇന്ന് we are not ready to struggle with the truth and reality. യാഥാർത്ഥ്യത്തോടൊപ്പം സത്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമരം ചെയ്യുവാനും സഹിക്കുവാനും അതിനുവേണ്ടി ത്യാഗം അനുഭവിപ്പാനും അതിനുവേണ്ടി പോരാടുവാനും നമ്മൾ തയ്യാറാകുന്നില്ല. ബിക്കോസ് it is easy to trust and to celebrate and to accept and to subscribe to the follies, to deception. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ നമ്മുടെ വഴിയും നടപ്പും ശരിയാക്കണമെങ്കിൽ സ്റ്റേ അവേ ഫ്രം ഡിസെപ്ഷൻസ്. എന്തായിരുന്നു അവരെ ഡിസെപ്റ്റ് ചെയ്തത്? അതിന് 4-ാമത്തെ വാക്യം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിലാണ്. നോ, ദിസ് ഈസ് എ വെരി ചാലഞ്ചിങ് അസസ്മെന്റ്, ഡിവൈൻ അസസ്മെന്റ്. യിരെമ്യാ പ്രവാചകൻ, ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. ഈ കാലഘട്ടത്തിനോട് എത്ര അനുയോജ്യമാണ് ഈ ദൈവത്തിന്റെ അരുളപ്പാട്. എന്താണ്? യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭ 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 എന്ന് പറഞ്ഞുള്ളത് ദൈവം പറയുന്നത് വ്യാജമാണെന്നാ പറയുന്നത്. How can a church be so deceptive? What exactly is the church? What is happening in the church? How the church is behaving herself in this world? സഭ എങ്ങനെയാണ് ഈ ലോകത്തിൽ ഇടപെടുന്നത്? സഭ എങ്ങനെയാണ് ഈ ലോകത്തിൽ ആയിരിക്കുന്നത്? ദൈവം പറയാണ്, church has become a big lie. Church has become a big deception that divert the people's lives. അല്ലെ, ജനങ്ങളുടെ ജീവിതത്തെ മുഴുവൻ വഴിമാറ്റിക്കളയുന്ന, തകർത്ത് കളയുന്ന ഒരു വലിയ വ്യാജവാക്കായി യഹോവയുടെ മന്ദിരം equal to church. അതായത് സഭ, വിശ്വാസം, ദൈവം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പേരിൽ മുതലെടുക്കുന്ന, അതിന്റെ പേരിൽ നമ്മളെ വഞ്ചിക്കുന്ന, അതിന്റെ പേരിൽ നമ്മളെ കളിപ്പിക്കുന്നവരുണ്ട്. എന്തോ ഒരു ആശങ്കാജനകമായ, സങ്കടകരമായ അവസ്ഥയാണ് ദൈവം സൂചിപ്പിക്കുന്നത്. നിങ്ങള് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താണ്? That has become a deception. You deceive people by invoking the name of the temple. ദൈവത്തിന്റെ നാമത്തിൽ പോലും നിങ്ങൾ ആളുകളെ വഞ്ചിക്കുന്നു.
താഴോട്ട് വായിക്കുമ്പോൾ അതോടെ അത് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ പേരിൽ എന്തെല്ലാം വഞ്ചനയാണ് നടത്തുന്നത്, കാപട്യമാണ് നടത്തുന്നത്. ഈ നോമ്പ് കാലം നമ്മൾ അത്തരത്തിൽ വിശാലമായി ചിന്തിക്കണം. ഇറ്റ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് യുനോ നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റം. ഡോണ്ട് അലൗ the grand, the meta narratives to deceive ourselves. Pseudo rhetorics, deceptive words, deceptive preachings, deceptive expositions. നിങ്ങൾ വ്യാജത്തിൽ ആശ്രയിക്കരുത്. നിങ്ങൾ ഇല്ലാത്തതിൽ, നിർമ്മിക്കപ്പെട്ടതിൽ, കപടമായി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതിൽ ആശ്രയിക്കരുത്. ഡിസെപ്ഷൻസ്, ലൈ. അല്ലെ, the world is, we are living in a world of big lie എന്നൊക്കെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെയാണ്. ഒന്നാമത് നമ്മൾ കപടതയിൽ ആശ്രയിക്കുന്നത് നിർത്തണം. അതിന്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നോക്കണം, ഇഫ് യു റിയലി intend to reform your ways and your actions. അതന്നെ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ഒന്ന്, എന്താണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ വഴി നന്നാക്കാനുള്ള കണ്ടീഷൻസ്? ഒന്നാമത് പറഞ്ഞു ഡിസെപ്ഷൻ ആണ്. രണ്ടാമത് പറഞ്ഞു നിങ്ങൾ ന്യായം പ്രവർത്തിക്കണം, തമ്മിൽ ന്യായം നടത്തണം. We need to be, our relationships must be just. നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം നീതി ചെയ്യണം. We should be, our relationships must be just. And our approaches to others must be non-oppressive. നിങ്ങൾ പരദേശിയെയും അനാഥരനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിന്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കണം. എന്താണ് നിങ്ങളുടെ പ്രവൃത്തിയെ നീതീകരിക്കാനുള്ള, ന്യായീകരിക്കാനുള്ള മാർഗം? ഏറ്റവും അവസാനമാണ് ദൈവം തിയോളജി പറയുന്നത്. The real theology comes at the end. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരെ ചെന്ന് ആശ്രയിക്കരുത്. അത് ലാസ്റ്റാ ദൈവം പറയുന്നത്. അതിനു മുമ്പ് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ തമ്മിൽ ന്യായം പ്രവർത്തിക്കണം. 2, നിങ്ങൾ ദരിദ്രനെയും പരദേശിയെയും അനാഥരെയും വിധവയെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? പീഡിപ്പിക്കരുത്. ഒപ്രഷൻ. നോക്കൂ, ചർച്ച്, ഈ ദൈവത്തിന്റെ മന്ദിരം, സഭ എന്ന് പറയുന്നതിനോട് ദൈവം വിയോജിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ചർച്ച് has become oppressive. Church is becoming unjust. Church is becoming, untheological. നമ്മുടെ സഭ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ കൂട്ടായ്മകൾ, that has become an idol. ഒരു വിഗ്രഹമാക്കപ്പെട്ട സഭ, വിഗ്രഹമാക്കപ്പെട്ട ആത്മീയ നേതാക്കന്മാർ, സ്വയം വിശുദ്ധരാണെന്ന് കരുതുന്ന, നടിക്കുന്ന ആത്മീയ ആചാര്യന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ. നാല് കാര്യങ്ങൾ. ഒന്ന്, പ്രധാനമായിട്ടുള്ളത്, നമ്മള് വ്യാജങ്ങളിൽ ആശ്രയിക്കരുത്. നമുക്ക് ഉറപ്പില്ലാത്ത, നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾ ദയവ് ചെയ്ത് ഡോണ്ട് സ്പ്രെഡ് ഓൾ ദ റൂമേഴ്സ്. CSI മലയാള മഹായിടവകയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ക്രൈസിസിന്റെ സമയം. ഞങ്ങളുടെ ഒരു സഹോദരൻ ഒരു വലിയ കുടുംബമായിട്ടൊരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. വി ആർ നോട്ട് ഷുവർ. ഒരുപാട് വ്യാജ വാർത്തകളും വ്യാജ പരാതികളും, അല്ലെ? വ്യാജമാണോ സത്യമാണോ? വി ആർ നോട്ട് ഷുവർ.
നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും അല്ലെ? എല്ലാം വ്യാജമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ നമുക്ക് ഉറപ്പില്ലാത്ത തെറ്റായ വാർത്തകൾ ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തെയും ഒരാളുടെ സോഷ്യൽ സ്റ്റാൻഡിങ്ങിനെയും ഒക്കെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പില്ലാത്തത് കഴിയുന്നതും നമ്മൾ ആശ്രയിക്കാതിരിക്കുക, അത് പങ്കുവയ്ക്കാതിരിക്കുക. നോമ്പ് എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു. അതൊരു വലിയ നന്മയാണ്. നിങ്ങൾ സൗഹൃദങ്ങൾ ഇല്ലെങ്കിലും വേണ്ടില്ല, ഞാൻ അങ്ങനെ പറയും. കൂട്ടുകാർ കുറവാണോ, കൂട്ടുകാരില്ലയോ, എന്നാലും സങ്കടപ്പെടണ്ട. നിങ്ങളുടെ കൂട്ടുകാര്, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ സംഭാഷണങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറയാനും അവരുടെ വ്യക്തി ജീവിതത്തെയും അവരുടെ ജീവിതങ്ങളെയും ഒക്കെ കൊത്തിപ്പെറുക്കി ചികഞ്ഞെടുത്ത് അതിനെ വ്യാജമായി സത്യമാണോ അല്ലയോ എന്നറിയാതെ നമുക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങളായി നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങൾ മാറരുത്. വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്, അല്ലേ? രണ്ടാമത് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് തന്നെ ആപത്താണ് അന്യദൈവങ്ങളിൽ, വിഗ്രഹങ്ങളിൽ. സ്വയം പ്രഖ്യാപിത ചില വിഗ്രഹങ്ങളുണ്ടെന്ന് അവരൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിചാരം അത് ശരിയാണ്, അല്ലെ? മൂന്നാമത് പറയുന്നത്, നിങ്ങൾ തമ്മിൽ എന്താ, ഡോണ്ട് ബിക്കം അൺജസ്റ്റ്. നമ്മുടെ നീതിരഹിതമായ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ഇടപാടുകൾ മാറണം. 4, ഒപ്രഷൻ, അടിച്ചമർത്തലുകൾ, അല്ലെ? ബന്ധങ്ങളിൽ അതൊരു വലിയ പ്രോബ്ലമാണ്. നമ്മൾ പരസ്പരം സ്വാതന്ത്ര്യം കൊടുക്കാതെ, സ്പേസ് കൊടുക്കാതെ, ഒരു വ്യക്തി തന്നെ കുറിച്ച്, തന്റെ ജീവിതത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നത് എന്താണെന്ന് ഓർക്കാതെ വി കീപ് റിലേഷൻഷിപ്സ് അണ്ടർ കൺട്രോൾ. അതിനാണ് ഒപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളെ ഒരാളെ നിയന്ത്രിക്കും. അത് ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണെങ്കിലും relationships is becoming oppressive. If it is unjust, then it automatically become oppressive. അതുകൊണ്ട് reform your ways and actions. മുമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്ന നമ്മുടെ പാതകളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ വഴികളെയും നമ്മുടെ സ്വഭാവങ്ങളെയും സംസ്കാരങ്ങളെയും പുതുക്കുവാനും നവീകരിക്കുവാനും നന്നാക്കുവാനും തിരുത്തുവാനുമുള്ള ഒരു സമയമാണ്. ഈ നോമ്പ് നാളുകൾ അത്തരത്തിലുള്ള ഒരു സ്വയം തിരുത്തലിന്റെ സമയമാണ്. സ്വയം തിരുത്തലിന്റെ ആദ്യപടി വ്യാജങ്ങളിൽ, കപടതയിൽ, അസത്യത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതാണ്. അതായത് അതൊരു നിരന്തരമായ സത്യാന്വേഷണമാണ്. അതൊരു നിരന്തരമായ വെളിച്ചത്തിലുള്ള ജീവിതമാണ്. രണ്ടാമത് പറഞ്ഞത്, അത് നമ്മുടെ ബന്ധങ്ങളിൽ പുലർത്തേണ്ടുന്ന നീതിയാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ നടപ്പും നന്നാവുന്നത് എപ്പോഴാണ്? when we become just in our lives. Justice must define and decide and design our relationships. മൂന്നാമത് പറഞ്ഞ എന്താണ്? It is non-oppressive. അത് പരസ്പരം അടിച്ചമർത്തുന്ന, പീഡിപ്പിക്കുന്ന, എല്ലാം നിയന്ത്രിച്ച് സ്വന്തം കയ്യിൽ നിർത്തുന്ന അതല്ല. അത് മറ്റുള്ളവരുടെ അവകാശങ്ങളും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങളും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെയും ആദരിക്കുകയും ഇഷ്ടങ്ങളെയും ആദരിക്കുകയും അതിന് അവസരം കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ നടപ്പിന്റെ നന്നാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വഭാവങ്ങളും ഒപ്രസീവ് ആകാൻ പാടില്ല. അടിച്ചമർത്തുന്നതും പീഡക സ്വഭാവമുള്ളതാകാൻ പാടില്ല. മൂന്നാമത്, ഇറ്റ് ഈസ് സ്റ്റേയിങ് അവേ ഫ്രം ഐഡൽസ്. വിഗ്രഹങ്ങളിൽ, അന്യദൈവന്മാരിൽ ആശ്രയിക്കുന്നത് യഥാർത്ഥ ദൈവത്തിൽ നിന്ന്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് കരുണയോടുകൂടെ കരുതലോടുകൂടെ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ പുലർത്തിക്കൊണ്ടു പോകുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് നമുക്ക് സൗകര്യമായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമീപനങ്ങളെയും നമ്മുടെ ശൈലികളെയും ഒക്കെ ന്യായീകരിക്കുന്ന ചില ദൈവങ്ങളിലേക്ക് ചെന്ന് ആശ്രയിക്കാനുള്ളതല്ല. ആ ദൈവങ്ങളിൽ നിന്ന്
സത്യദൈവത്തിൽ ആശ്രയിക്കുവാൻ, ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ നടപ്പിനെയും നമ്മുടെ പ്രവൃത്തികളെയും നന്നാക്കുന്ന നാലാമത്തെ മാധ്യമം, നാലാമത്തെ വഴി, നാലാമത്തെ ഉപാധി. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഉപാധികളോടുകൂടെ, വ്യവസ്ഥകളോടുകൂടെ നന്നാക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ, തിരുത്തുവാൻ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെടുന്നത് പോലെ ഈ നോമ്പ് നാളുകളിൽ നമ്മളോടും ആവശ്യപ്പെടുന്നു. ജീവിതത്തിൽ തിരുത്തലുകൾ വരട്ടെ. ഡോണ്ട് ബി ദ സെയിം. There are avenues, there are spaces, there are chances in our lives to change. നമ്മുടെ ജീവിതത്തിലുമുണ്ട് തിരുത്താനുള്ള ചില സാധ്യതകൾ, ചില സാഹചര്യങ്ങൾ, ചില അവസ്ഥകൾ. അത് തിരുത്താനുള്ള സന്നദ്ധതയാണ്, ഒരുക്കമാണ്, ധൈര്യമാണ് ഈ നോമ്പിൽ നമുക്ക് ആവശ്യം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുമാറാകട്ടെ, നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ നാൾതോറും വഴി നടത്തുന്ന, വീണ്ടെടുക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യിരെമ്യാ പ്രവാചകനിൽ കൂടി ഞങ്ങൾക്ക് നൽകിയ അരുളപ്പാടിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നോമ്പ് കാലങ്ങളിൽ മുൻപോട്ട് പോകുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ഞങ്ങളൊന്ന് ശുദ്ധീകരിക്കുവാൻ, ശക്തമാക്കുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ നോമ്പിന്റെ കാലയളവുകളിൽ നീതിയുടെ പക്ഷം ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം കർത്താവെ നീതിയുക്തമായ ജീവിതം നയിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്ന് കർത്താവെ, ഞങ്ങളുടെ ആരാധിക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ അകലം പാലിച്ച് കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, കർത്താവെ, ഞങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ കർത്താവെ ദൃഢപ്പെടുത്തുവാൻ, ശക്തമാക്കുവാൻ, ഉറപ്പിക്കുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മുറിഞ്ഞുപോയ ഞങ്ങളുടെ ബന്ധങ്ങൾ, അറ്റുപോകുന്ന ഞങ്ങളുടെ ബന്ധങ്ങൾ കർത്താവെ, സ്നേഹങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിണക്കുവാൻ ഈ നോമ്പിന്റെ കാലയളവ് കർത്താവെ അതിനൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധന ചെയ്യുവാൻ കർത്താവെ നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി ആ കുറവിനെയൊക്കെ നികത്തുവാൻ കർത്താവെ, അത് പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിന്നിൽ കർത്താവെ ആനന്ദിച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ ഈ നാളുകളിലൊക്കെ ഞങ്ങളെ ശക്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ടുള്ള കർത്താവെ വചനമൊക്കെ ഞങ്ങൾ ഈ നാളുകളിൽ ധ്യാനിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കർത്താവെ ഞങ്ങൾ ശ്രവിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ സാന്നിധ്യം കർത്താവെ നീ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശബ്ദം കേൾക്കുവാൻ, നിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവെ, ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവെ. ദൈവമേ, പലപ്പോഴും ഞങ്ങൾ വാക്കുകൾ കൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റുപറയുവാനായിട്ട് കഴിയുന്നില്ല ദൈവമേ. എന്നാൽ ഹൃദയം കൊണ്ട് നിന്നെ ഏറ്റുപറയുവാൻ നീ എന്റെ രക്ഷകനാണ്, നീ എന്റെ സങ്കേതമാകുന്നു, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ജീവിതത്തിൽ സങ്കടപ്പെട്ടും കർത്താവെ വിഷമിച്ചും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വേദനകളിലും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് നിന്റെ മക്കളോടൊക്കെ ശക്തമായി ഇടപെടണമേ, അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, നിന്റെ കൃപയാൽ അവരെയൊക്കെ അവിടുന്ന് നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ ആനന്ദിപ്പാൻ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. വരും നാളുകളിലൊക്കെ കർത്താവെ നിന്നിൽ കൂടുതൽ കർത്താവെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ കാണുവാൻ, അത്ഭുതങ്ങളെ അനുഭവിച്ചറിയുവാൻ ജീവിതങ്ങളിൽ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ലപ്പാ, സകലതും നിന്നാൽ സാധ്യമായിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ പലപ്പോഴും കർത്താവെ ഞങ്ങൾ തളർന്നു പോകുന്നവരാണ്, ഞങ്ങൾ തകർന്നു പോകുന്നവരാണ്, ഞങ്ങൾ നിരാശപ്പെട്ടു പോകുന്നവരാണ്. ഇനി എങ്ങനെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും? എങ്ങനെ എനിക്ക് കുടുംബത്തിൽ സന്തോഷിക്കുവാൻ പറ്റും? എനിക്ക് എങ്ങനെ എന്റെ കുടുംബത്തിന്റെ വിളക്കായി തീരുവാൻ കഴിയും എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് വേദനയിലായിരിക്കുന്ന നിന്റെ മക്കളോടൊക്കെ അവിടുന്ന് മനസ്സലിവ് തോന്നണമേ. കർത്താവെ, ഇനിയും എനിക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുമോ എന്ന് കർത്താവെ പലപ്പോഴും തങ്ങളോട് തന്നെ ചോദിച്ച മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ജീവിതങ്ങളോടൊക്കെ നീ അവിടുന്ന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ
കർത്താവേ, ഏതൊരു ദുഃഖത്തിനും ഒരു സന്തോഷമുണ്ട് കർത്താവേ. അത് മനസ്സിലാക്കുവാൻ, അത് തിരിച്ചറിയുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നിന്നോട് കൂടുതൽ അടുക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്, ഞങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് കർത്താവെ. അതിനെയൊക്കെ ധൈര്യത്തോടെ തരണം ചെയ്യുവാൻ, ഓവർകം ചെയ്യുവാനുള്ള കൃപ, ശക്തി അവിടുന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്ന നാഥ, നീ അവിടുന്ന് അനുഗ്രഹത്തെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തമ്മിൽ കാണുന്നത് വരെയും നിന്റെ മക്കളേവരെയും അവരുടെ ആവശ്യങ്ങളെയും നീ അവിടുന്ന് അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരിച്ചിറകിന്റെ മറവിൽ നീ ഇവരെയൊക്കെ മറച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അവിടുന്ന് സങ്കടത്തിലായിരിക്കുന്നവരുടെ ഒക്കെ സങ്കടങ്ങളെ അവിടുന്ന് നീക്കണമേ. പ്രത്യേകിച്ച് ലിസി ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അവർക്ക് അവിടുന്ന് വേണ്ട ആശ്വാസം, സമാധാനം ഒക്കെ കൊടുക്കണമേ. ദൈവമേ, ശനിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനയിലൊക്കെ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപ അവിടുന്ന് കൂടിയിരിക്കണമേ. നിന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട നിന്റെ ദാസന് കർത്താവെ, നിന്റെ ദാസന്റെ നന്മകളെ ഓർത്തുകൊണ്ട് കർത്താവെ, ഭൂമിയിലായിരിക്കുന്നവർ സന്തോഷിപ്പാൻ തക്കവണ്ണം അവരുടെ ജീവിതങ്ങളെ അതിനനുസരിച്ചൊക്കെ ക്രമപ്പെടുത്തുവാൻ നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും ഒക്കെ അവിടുന്ന് കൊടുക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിവ് തോന്നണമേ, കരുണ തോന്നണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ അപേക്ഷകളും ഞങ്ങളുടെ യാചനകളും തിരുസന്നിധിയിൽ അവിടുന്ന് മാനിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ കർത്താവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുസംഘത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പരീക്ഷയിലേക്ക് കടത്താതെ ഇഷ്ടമേ രാജ്യശക്തി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയമുള്ളവരെ, നാം എല്ലാവരോടും കൂടെയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് പലവിധമായ ആവശ്യങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി വ്യക്തിപരമായി സഭയുടെ നാമത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ബാബുവിനോട്, സങ്കീർത്തനം വായിച്ച ഗ്രേസിനോട്, പ്രത്യേകിച്ച് അവൾക്ക് അവധി സമയത്ത് അവള് പ്രാർത്ഥനയ്ക്ക് കയറി, അവള് സങ്കീർത്തനം വായിച്ചു. പ്രത്യേകിച്ച് ഗ്രേസ് ധോനിയുടെ മോളാണ്, രണ്ടാമത്തെ മകൾ. അവളോട്, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച നീതുവിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ആഴ്ചയില് പാട്ട് പാടാനായിട്ട് ഒരാള്, സോങ്സ്. എളുപ്പം പറയണേ. പാട്ടുകൾ. സമയം കളയല്ലേ. സാം 75 ആര് വായിക്കും? സാം 75. മമ്മി വായിക്കാ. റിജിത. ഓക്കെ. തങ്കം ആന്റി. ഓക്കെ, താങ്ക് യു. പ്രാർത്ഥന. പ്രയർ. എളുപ്പം പറഞ്ഞാട്ടെ. ഇതെല്ലാം നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, എല്ലാവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് എളുപ്പം അച്ഛൻ, ഞാൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കാം. സുഷ.
ഓക്കെ ആൻഡി, സുഷ ആൻഡി, താങ്ക് യു. ഇനി പാട്ട് പാടാൻ ഒരാള്, എളുപ്പമാട്ടെ. എല്ലാവർക്കും സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. പാടാ അച്ഛാ. അഞ്ചു പാടാ, അഞ്ചു. ഓക്കെ അഞ്ജു, താങ്ക് യു. അപ്പോ പാട്ട് അഞ്ജു, സങ്കീർത്തനം തങ്കമാൻഡി, പ്രാർത്ഥന സുഷ ആൻഡി. താങ്ക് യു വെരി മച്ച്. പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കും. നാളെ വൈകിട്ട് 6 മണിക്ക് നമ്മുടെ AC എബ്രഹാം അങ്കിളുടെ ഒരു മെമ്മോറിയൽ പ്രയർ അങ്കിളിന്റെ പിന്നെ ആ അപ്പാർട്ട്മെന്റ്സിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് വൈകിട്ട് 6 മണിക്ക്. ഞാൻ അതിന്റെ ഒരു ഫ്ലയർ നമ്മുടെ ചർച്ച് ഗ്രൂപ്പിലോ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ആളുകൾ ആ മെമ്മോറിയൽ പ്രയറിലും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ, വൈകിട്ട് 5:30 ഹൈടെക് സിറ്റി സാറ്റലൈറ്റ് വർഷിപ്പ് സർവീസും ഉണ്ടായിരിക്കും. എല്ലാവരെയും ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you, Acha. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു അച്ഛാ.